ഹായ്, ഏറെ രസകരമായ ഒരു ഹിന്ദി ചലച്ചിത്രം പതി പത്നി ഓർ വോ ദോനോം. ചലച്ചിത്രത്തിന്റെ വിശദമായ കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യൂ. നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. കഥ ആരംഭിക്കുന്നത് പ്രയാഗ്രാജിൽ നിന്നുമാണ്. അവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്നയാളായിരുന്നു പ്രജാപതി പാണ്ഡെ. അന്ന് അയാൾക്ക് ഒരു പുള്ളിപ്പുലിയെ പിടികൂടേണ്ട ടാസ്ക് ഉണ്ടായിരുന്നു. ഇത്തരം കാര്യങ്ങളിൽ പ്രജാപതി വളരെ സമർത്ഥനുമാണ്. അയാൾ അവിടെ എത്തി ആ പുള്ളിപ്പുലിയെ വിദഗ്ധമായി പിടികൂടി. അതിനുശേഷം അപർണ എന്നൊരു ജേർണലിസ്റ്റ് ആളുടെ അടുത്തെത്തി. എന്തുകൊണ്ടാണ് ഈ പുള്ളിപ്പുലി ഇവിടെ വന്നതെന്നും വന്യമൃഗങ്ങൾ ഇനി ഇങ്ങോട്ടേക്ക് വരാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യേണ്ടതില്ലേ എന്നും അപർണ ചോദിച്ചു. മറുപടിയായി പ്രജാപതി അവളോട് പറഞ്ഞു, യഥാർത്ഥത്തിൽ വന്യമൃഗങ്ങൾ ഇങ്ങോട്ട് വരുന്നത് ഇത് അവരുടെ പ്രദേശമായതുകൊണ്ടാണ്. നമ്മളാണ് അവരുടെ ഇടത്തേക്ക് അതിക്രമിച്ചു കയറിയത്. പിന്നാലെ അപർണ അവിടെ നിന്നും പോയി. കഥ അവിടെ നിന്നും നിലോഫറിലേക്ക് തിരിയുന്നു. പ്രജാപതിയുടെ കോവർക്കറാണ് നിലോഫർ. അവർ തമ്മിൽ അടുത്ത സൗഹൃദവുമുണ്ട്. അന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞ് പ്രജാപതി വീട്ടിലെത്തുമ്പോ ഭാര്യ അപർണ അവനെ കാത്തിരിക്കുകയായിരുന്നു. അപ്പോഴാണ് വ്യക്തമാകുന്നത് ജേർണലിസ്റ്റായ അപർണയും പ്രജാപതിയും ഭാര്യയും ഭർത്താവുമാണെന്ന കാര്യം. അന്നവർക്ക് അപർണയുടെ സഹോദരിയുടെ നിശ്ചയത്തിന് പോകണമായിരുന്നു. വൈകാതെ അവരൊരുങ്ങി പരിപാടിക്കായി പോയി. അവിടെ നിലോഫറും വന്നിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് മൂവരും ഒരുമിച്ച് ഒരുപാട് സമയം ചെലവിടുകയും നൃത്തം ചെയ്യുകയും ഒക്കെ ചെയ്തു. പിന്നീട് നിലോഫർ ഇരുവരെയും വീട്ടിൽ ഡ്രോപ്പ് ചെയ്ത് തന്റെ വീട്ടിലേക്ക് പോയി. അടുത്ത ദിവസം പ്രജാപതി ഓഫീസിലിരിക്കുമ്പോ അവനെ കാണാൻ സുഹൃത്തായ ചഞ്ചൽ വന്നു. വന്നയുടൻ തന്നെ അവൾ കരയാൻ തുടങ്ങി. ഇത് കണ്ട് ചഞ്ചലിനെന്താ സംഭവിച്ചതെന്ന് പ്രജാപതിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. തുടർന്ന് അയാൾ ചഞ്ചലിനെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്താ പ്രശ്നമെന്ന് ചോദിച്ചു. അപ്പോ ചഞ്ചൽ പറഞ്ഞു, എന്റെ ജീവിതത്തിൽ ഒരു വലിയ പ്രശ്നമുണ്ടായിട്ടുണ്ട്. എനിക്കിത് പറയാൻ സ്വന്തമെന്ന് പറയാൻ മറ്റാരുമില്ല. അതുകൊണ്ടാ ഞാൻ പ്രജാപതിയുടെ അടുത്ത് വന്നത്. അവൾ പ്രജാപതിയോട് തുടർന്ന് പറഞ്ഞു, താൻ സണ്ണി ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ സണ്ണിയാകട്ടെ ഗജരാജ് എന്ന രാഷ്ട്രീയക്കാരന്റെ മകനാണ്. ഗജരാജ് ആകട്ടെ ജാതിയുടെ കാര്യത്തിൽ വളരെ കർക്കശക്കാരനും. തന്റെ മകൻ സ്വന്തം ജാതിയിൽപ്പെട്ട പെൺകുട്ടിയെ വിവാഹം കഴിക്കാവൂ എന്നയാൾക്ക് നിർബന്ധമുണ്ട്. പക്ഷെ ചഞ്ചൽ ആ ജാതിയിലുള്ളവളായിരുന്നുമില്ല. യഥാർത്ഥത്തിൽ ഒരു ദിവസം ചഞ്ചലും സണ്ണിയും ഒരുമിച്ച് നടക്കുമ്പോ ആരവരുടെ ഫോട്ടോ എടുത്ത് ഗജരാജിന് കാണിച്ചു കൊടുത്തു. അതിൽ ചഞ്ചലിന്റെ മുഖം മറഞ്ഞിരുന്നതുകൊണ്ട് സണ്ണിയുടെ കാമുകി ആരാണെന്ന് ഗജരാജിന് മനസ്സിലായില്ല. എന്നാൽ തനിക്ക് സംശയമുള്ള പെൺകുട്ടികളുടെ പിന്നാലെ അയാൾ തന്റെ ചാരമാരെ വിട്ടിട്ടുണ്ടായിരുന്നു. അവർ ചഞ്ചലിനെയും പിന്തുടരുന്നുണ്ട്. താൻ തന്നെയാണ് സണ്ണിയുടെ കാമുകി എന്നറിഞ്ഞാൽ ഗജരാജ് തന്നെ വധിക്കുമെന്ന് ചഞ്ചൽ വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. അക്കാര്യമെല്ലാം അവൾ തന്റെ സുഹൃത്തിനോട് പറഞ്ഞു. അതോടൊപ്പം സണ്ണി അവർക്ക് കാനഡയിലേക്ക് പോകാനുള്ള രേഖകൾ ശരിയാക്കുന്നുണ്ടെന്നും അത് ഓക്കെ ആയി കഴിഞ്ഞാൽ അവർക്ക് എന്നേക്കുമായി ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാമെന്നും അവൾ കൂട്ടിച്ചേർത്തു. പക്ഷെ അതിന് കുറച്ച് സമയമെടുക്കും. അതുവരെ എന്ത് ചെയ്യണമെന്ന് ചഞ്ചലിനൊരു രൂപവുമില്ലായിരുന്നു. ഒക്കെ കേട്ട ശേഷം പ്രജാപതിയും ആലോചനയിലാണ്ടു. അപ്പോഴാണ് അവർ ഇരുന്നിടത്തെ വെയിറ്റർ പ്രജാപതിയെയും ചഞ്ചലിനെയും ഭർത്താവും ഭാര്യയുമാണെന്ന് തെറ്റിദ്ധരിക്കുന്നത്. അത് കണ്ട് പ്രജാപതി ചഞ്ചലിനോട് പറഞ്ഞു, എന്തുകൊണ്ട് മറ്റുള്ളവർക്ക് മുമ്പിൽ അവർക്ക് കാമുകനും കാമുകിയുമായി അഭിനയിച്ചുകൂടാ? അത് കാണുമ്പോ ചഞ്ചലിന് വേറെ ഏതോ കാമുകനുണ്ടെന്ന് ഗജരാജ് കരുതും. അപ്പോ അയാൾ അവളുടെ പിന്നാലെയുള്ള നിരീക്ഷണം അവസാനിപ്പിക്കും. അത് തരക്കേടില്ല എന്ന് ചഞ്ചലിനും തോന്നി. കാനഡയിലേക്ക് പോകുന്നതോടെ പ്രശ്നവും തീരുമല്ലോ. പക്ഷേ പ്രജാപതിയുടെ ഭാര്യ ഇതിന് സമ്മതിക്കുമോ എന്ന് അവൾ ചോദിച്ചു. തന്റെ ഭാര്യ വളരെ നല്ലവളാണെന്നും സാഹചര്യമൊക്കെ അവൾ അറിയുമ്പോ അവളുടൻ സമ്മതിക്കുമെന്നും പ്രജാപതി പറഞ്ഞു. അതിനുശേഷം പ്രജാപതി വീട്ടിൽ ചെന്ന് ഭാര്യയ്ക്കായി ഭക്ഷണം പാകം ചെയ്തു. അപർണ അവിടെ വന്നയുടൻ പ്രജാപതി അവളോടെല്ലാം പറയാൻ തുടങ്ങുകയായിരുന്നു. എന്നാൽ അപ്പോഴേക്കും അപർണ പറഞ്ഞു, എന്റെ വക്കൽ പ്രജാപതിയെ ഞെട്ടിക്കുന്നൊരു വാർത്തയുണ്ട്. രാഷ്ട്രീയക്കാരനായ ഗജരാജിന്റെ മകൻ സണ്ണിയുണ്ടല്ലോ, തന്റെ കാമുകിയോടൊപ്പം നിൽക്കുന്ന ഫോട്ടോ ഞാനെടുത്തു. ഞാനത് ഗജരാജിനെ കാണിച്ചു. ആ സമയം ആ പെൺകുട്ടിയെ കണ്ടെത്തി നൽകിയാൽ എനിക്ക് സ്വന്തമായി ഒരു ചാനൽ തുടങ്ങി നൽകാം എന്ന് ഗജരാജ് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയെങ്കിലും സണ്ണിയുടെ കാമുകിയെ കണ്ടെത്തണം. അപർണ അത് പറഞ്ഞത് കേട്ടതും പ്രജാപതി ഞെട്ടി. അപർണയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് സ്വന്തമായ ഒരു വാർത്താ ചാനൽ തുടങ്ങുക എന്നത്. അതവളുടെ കുട്ടിക്കാലം മുതലുള്ള സ്വപ്നമാണ്. അത്രയും കേട്ടതും അപർണയോട് ഇനി ചഞ്ചലിന്റെ കാര്യങ്ങൾ പറയാൻ കഴിയില്ല എന്ന് പ്രജാപതിക്ക് മനസ്സിലായി. അതുകൊണ്ട് അടുത്ത ദിവസം അയാൾ ചഞ്ചലിനെ കണ്ട് തനിക്ക് സഹായിക്കാൻ കഴിയില്ലെന്ന കാര്യം പറഞ്ഞ് ഖേദം പ്രകടിപ്പിച്ചു. അത് കേട്ടതും ചഞ്ചൽ പറഞ്ഞു, അപർണ കാരണമാ ഞാൻ ഈ പ്രതിസന്ധിയിലായത്. അതുകൊണ്ട് പ്രജാപതി തന്നെ സഹായിച്ചേ ഒക്കൂ, ഇല്ലെങ്കിൽ ഗജരാജ് എന്നെ വധിക്കും. അത് കേട്ടതും പ്രജാപതി ധർമ്മസങ്കടത്തിലായി. ഒടുവിൽ എല്ലാത്തിനും പ്രജാപതി സമ്മതിച്ചു. അന്ന് രാത്രിയിൽ അയാൾ അപർണയോട് പറഞ്ഞു, ഓഫീസിലെ ജോലി ആവശ്യങ്ങൾക്ക് എനിക്ക് പലതവണ ഇനി കാൺപൂരിലേക്ക് പോകേണ്ടി വരും. അപർണയ്ക്കും വലിയ സംശയമൊന്നും തോന്നിയില്ല. അവളും അതിന് സമ്മതിച്ചു. അതിനുശേഷം പ്രജാപതി നേരെ ബനാറസിലേക്ക് പോയി. കാരണം ചഞ്ചൽ ബനാറസ് സ്വദേശിനിയായിരുന്നു. അവിടെ ചഞ്ചൽ പ്രജാപതിയെ തന്റെ
കൂട്ടുകാരന്റെ വിവാഹത്തിന് ക്ഷണിച്ചിട്ടുമുണ്ടായിരുന്നു. പ്രജാപതി അവളുടെ കാമുകനാണെന്ന് എല്ലാരെയും ഒന്നും അറിയിക്കണമല്ലോ, അതാണല്ലോ അവരുടെ പദ്ധതിയും. അതിനായി അവൾ നിശ്ചയിച്ച ഒരിടമായിരുന്നു അത്. അവിടെ ഗജരാജന്റെ 2 ചാരന്മാർ ചഞ്ചലിനെ നിരന്തരം നിരീക്ഷിക്കുന്നുമുണ്ട്. പ്രജാപതി വന്നപ്പോ ചഞ്ചൽ അവനെ കെട്ടിപ്പിടിച്ചു അവന്റെ അരികിൽ വന്നിരുന്നു. അതിനാൽ പ്രജാപതിക്ക് വലിയ അസ്വസ്ഥത അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. എന്നാൽ ഇതൊരഭിനയം മാത്രമാണെന്ന് ചഞ്ചൽ അവനെ പറഞ്ഞ് മനസ്സിലാക്കി. എങ്കിലും പ്രജാപതി ഒട്ടും കംഫർട്ടബിൾ ആയിരുന്നില്ല. അപ്പോഴാണ് അവിടെ ചഞ്ചലിന്റെ അമ്മായി വരുന്നത്. അവർ അവളുടെ വളർത്തമ്മയെപ്പോലെയുള്ള ഒരു അമ്മായിയായിരുന്നു. യഥാർത്ഥത്തിൽ ചഞ്ചൽ ചെറുതായിരിക്കുമ്പോൾ തന്നെ അവളുടെ മാതാപിതാക്കൾ മരണപ്പെട്ടു. അതിനുശേഷം അമ്മായി അവളെ വളർത്താൻ ആഗ്രഹിച്ചിരുന്നെങ്കിലും അവർക്ക് സ്വന്തമായി 6 കുട്ടികൾ ഉണ്ടായിരുന്നതിനാൽ അവർക്ക് ചഞ്ചലിനെ നോക്കാൻ കഴിഞ്ഞിരുന്നില്ല. അന്ന് ചഞ്ചലിനെ പ്രജാപതിയോടൊപ്പം കണ്ടപ്പോ പ്രജാപതി ചഞ്ചലിന്റെ കാമുകനാണെന്ന് അവർ കരുതി. അതുകൊണ്ട് അവർ പ്രജാപതിയെ മരുമകനെ എന്ന് വിളിക്കാനും തുടങ്ങി. കൂടാതെ തങ്ങളുടെ മകന്റെ ജന്മദിനാഘോഷത്തിലേക്ക് പ്രജാപതിയെ അവർ ക്ഷണിക്കുകയും ചെയ്തു. ഇതൊക്കെ കണ്ട് പ്രജാപതിക്ക് ഒരു ഞെട്ടലുണ്ടാവുന്നുണ്ടായിരുന്നു. മുമ്പോട്ടേക്കിനി എന്തു ചെയ്യണം എന്നയാൾക്കൊരു പിടുത്തവും കിട്ടുന്നുമുണ്ടായിരുന്നില്ല. അതിനുശേഷം ചഞ്ചൽ അവനെ ഒരു ചായക്കടയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ വെച്ച് അവളൊരു സിഗരറ്റ് പാക്കറ്റ് വാങ്ങി. അത് കണ്ട് പ്രജാപതി ഞെട്ടി. എന്നാൽ യഥാർത്ഥത്തിൽ ആ സിഗരറ്റ് പാക്കറ്റിനുള്ളിൽ സണ്ണി ചഞ്ചലിനായി ഒരു കത്ത് കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് പിന്നീടാണ് പ്രജാപതിക്ക് മനസ്സിലായതും. ഗജരാജ് അറിയാതിരിക്കാൻ അവർ ഈ രീതിയിലായിരുന്നു ബന്ധപ്പെട്ടിരുന്നത്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കാനഡയിലേക്ക് പോകാനുള്ള സൗകര്യങ്ങൾ റെഡിയാകുമെന്നും അതിനുശേഷം ഉടൻ തിരിക്കാമെന്നും ആ കത്തിൽ സണ്ണി ചഞ്ചലിനോട് പറഞ്ഞിരുന്നു. അതിനുശേഷം കഥ ഗജരാജിലേക്ക് തിരിയുന്നു. തന്റെ മകന്റെ കാമുകി ആരാണെന്ന് എത്രയും വേഗം കണ്ടെത്തണമെന്ന് പറഞ്ഞ് അയാൾ തന്റെ 2 ചാരന്മാരെയും കഠിനമായി ശകാരിക്കുകയായിരുന്നു. അതിനുശേഷം അവർ മറ്റൊരു പെൺകുട്ടിയുടെ പിന്നാലെ പോയി. എന്നാൽ ആ പെൺകുട്ടിയുടെ നിശ്ചയം കഴിഞ്ഞതാണെന്ന് കണ്ട് അവർ അത് സണ്ണിയുടെ കാമുകിയല്ലെന്ന കാര്യം ഉറപ്പിച്ചു. ആ പെൺകുട്ടി തന്റെ പ്രതിശ്രുതവരനെ കെട്ടിപ്പിടിക്കുമ്പോ അങ്ങോട്ടേക്കൊരു ഇൻസ്പെക്ടർ വന്നു. കൈക്കൂലിക്കാരനായ അയാൾ അവരെ അത് അനുവദിക്കാൻ അവരിൽ നിന്ന് 3000 രൂപ വാങ്ങി. ഒടുവിൽ പണം നൽകിയായിരുന്നു ഇൻസ്പെക്ടറുടെ അടുത്ത് നിന്ന് അവർ ഊരിപ്പോന്നത്. അതേസമയം രാത്രിയിൽ പ്രജാപതി അപർണയുമായി ഇന്റിമേറ്റ് ആവാൻ തുടങ്ങുകയായിരുന്നു. അപ്പോഴാണ് അവളുടെ ലാപ്ടോപ്പിൽ ചഞ്ചലിന്റെയും മറ്റ് പെൺകുട്ടികളുടെയും ഫോട്ടോ പ്രജാപതി കാണുന്നത്. അത് കണ്ട് അയാൾ അത്ഭുതപ്പെട്ടു. സണ്ണിയുടെ കാമുകി ഈ ചഞ്ചൽ എന്ന പെൺകുട്ടിയാവാനാണ് സാധ്യതയെന്ന് തന്റെ മനസ്സ് പറയുന്നു എന്ന് അപർണ അവനോട് വ്യക്തമാക്കി. അത് കേട്ടതോടെ പ്രജാപതിയുടെ ഉത്കണ്ഠ വീണ്ടും വർദ്ധിച്ചു. അടുത്ത ദിവസം അയാൾ വീണ്ടും ബനാറസിലേക്ക് പുറപ്പെട്ടു. അതേസമയം അപർണയും തന്റെ ജോലി ആവശ്യങ്ങൾക്കായി ബനാറസിലേക്ക് പോകാൻ ഒരുങ്ങുകയായിരുന്നു. വഴിയിൽ വെച്ച് അവൾ നിലൂഫറിനെ കണ്ടു. പ്രജാപതി കാൺപൂരിൽ പോയപ്പോ നീ എന്താ കാൺപൂരിലേക്ക് പോവാതിരുന്നത് എന്ന് അപർണ നിലൂഫറിനോട് ചോദിച്ചു. അത് കേട്ടപ്പോ എന്തോ പ്രശ്നമുണ്ടെന്ന് നിലൂഫറിന് തോന്നി. വൈകാതെ നിലൂഫർ പ്രജാപതിയെ വിളിച്ച് അവൻ എവിടെയാണെന്നും ആരുടെ കൂടെയാണെന്നും ചോദിച്ചു. പ്രജാപതി നിലൂഫറിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നിലൂഫർ ഒന്നും കേൾക്കാൻ തയ്യാറാകുന്നുണ്ടായിരുന്നില്ല. നിലൂഫർ പ്രജാപതിയുടെ നല്ലൊരു സുഹൃത്താണെങ്കിലും അവൾ അപർണയുടെയും കൂട്ടുകാരിയാണ്. അതുകൊണ്ട് തന്നെ തന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ ഹൃദയം വേദനിപ്പിക്കരുതെന്നും അങ്ങനെ ചെയ്താൽ അത് നല്ലതിനായിരിക്കില്ലെന്നും അവൾ പ്രജാപതിക്ക് മുന്നറിയിപ്പ് നൽകി. പ്രജാപതിയും എന്തു ചെയ്യണമെന്നറിയാതെ ആകെ കുഴങ്ങി. അതേസമയം സണ്ണിയാകട്ടെ തന്റെ അച്ഛന്റെ മുറിയിൽ നിന്നും ചഞ്ചലിന്റെയും പ്രജാപതിയുടെയും ഫോട്ടോകൾ കണ്ടെത്തി. അവരുടെ ചാരന്മാരെടുത്ത ഫോട്ടോകളായിരുന്നു അവ. അത് കണ്ടതും സണ്ണിക്ക് വലിയ പൊസീവ്നെസ് തോന്നി. അവനുടൻ തന്നെ ഒരു സ്ഥലത്തെത്തുകയും അവിടെ വെച്ച് ചഞ്ചലും പ്രജാപതിയും കാറിൽ പോകുന്നത് കാണുകയും ചെയ്തു. അത് കണ്ടപ്പോ സണ്ണിയുടെ അസൂയ വീണ്ടും കൂടി. ചഞ്ചൽ പ്രജാപതിയെയും കൂട്ടിക്കൊണ്ടുപോയത് ഒരു പാർക്കിലേക്കായിരുന്നു. അവിടെ ഗജരാജന്റെ ചാരന്മാർ അവരെ നിരീക്ഷിക്കുന്നുമുണ്ടായിരുന്നു. അതുകൊണ്ട് ചഞ്ചൽ അവനോട് റൊമാന്റിക്കായി സംസാരിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അവിടെ ആ പഴയ ഇൻസ്പെക്ടർ വന്നത്. കൈക്കൂലിക്കാരനായ അയാൾ അവിടെയുള്ള ജോഡികളെയൊക്കെ പിടിച്ച് ലാത്തി കൊണ്ടടിക്കുന്നുണ്ടായിരുന്നു. അതുകണ്ട് അവരിരുവരും അവിടെ നിന്നും ഓടാൻ തുടങ്ങി. അവരെ കണ്ട് ഗജരാജന്റെ ചാരന്മാരും പിന്നാലെ കൂടി. വഴിയിൽ വെച്ച് അപർണയും സണ്ണിയുടെ കാമുകിയെ കണ്ടെത്താൻ അവിടെ വന്നിരിക്കുന്നത് പ്രജാപതി കണ്ടു. അപർണയെ അവിടെ കണ്ടതും പ്രജാപതി ഭയപ്പെടുകയും ചഞ്ചലിനോട് മറ്റൊരു ദിശയിലേക്ക് പോകാൻ പറയുകയും ചെയ്തു. താൻ പ്രജാപതിയെ കണ്ടുവെന്ന് അപർണയ്ക്കും തോന്നിയിരുന്നു. അതുകൊണ്ട് അവളും ചഞ്ചലിന്റെ കാറിനെ പിന്തുടരാൻ തുടങ്ങി. പ്രജാപതി തന്റെ കാമുകനാണെന്ന് ഗജരാജിന്റെ ആളുകളെ വിശ്വസിപ്പിക്കാൻ ഇനി എന്തു ചെയ്യണം എന്ന് ചഞ്ചലിന് മനസ്സിലാകുന്നേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവളുടെ മനസ്സിൽ ഒരു ബുദ്ധി ഉദിച്ചു. അവൾ പ്രജാപതിയെ കൂട്ടി അടുത്തുള്ള ഹോട്ടലിൽ ഒരു മുറിയെടുത്തു. അങ്ങോട്ടേക്ക് പോയി. അവിടെ ഗജരാജിന്റെ ചാരന്മാരും എത്തുകയും അവർ പ്രജാപതിയുടെയും ചഞ്ചലിന്റെയും മുറിയുടെ തൊട്ടടുത്ത മുറി തന്നെ ബുക്ക് ചെയ്യുകയും ചെയ്തു. അവിടെ ഇരുന്നവർ ആ മുറിയിൽ എന്താണ് നടക്കുന്നതെന്ന് നിരന്തരം ശ്രദ്ധിക്കാനും ആരംഭിച്ചു. അപ്പോഴാണ് അപർണയും ആ ഹോട്ടലിന് താഴെ എത്തിയത്. അവൾ പ്രജാപതിയെ ഫോൺ വിളിച്ചു. അത് കണ്ട് പ്രജാപതി അത്യധികം ഭയപ്പെട്ടു. പേടിയോടെ ഫോൺ എടുത്തു. അവൻ എവിടെയാണെന്ന് അപർണ ചോദിച്ചു. താൻ കാൺപൂരിലാണെന്നായിരുന്നു പ്രജാപതി അവളോട് പറഞ്ഞത്. അത് കേട്ടപ്പോ പ്രജാപതി അവിടെ വെച്ച് കണ്ടത് തനിക്ക് തോന്നിയതായിരിക്കാം എന്ന് കരുതി അപർണ അവിടെ നിന്നും പോയി. പക്ഷേ പ്രജാപതി
പ്രജാപതിയാകട്ടെ എല്ലാം കൊണ്ടും വളരെ വലിയ വിഷമത്തിലായി. അപ്പോഴാണ് അവിടെ ഒരു പോലീസ് റെയ്ഡും നടക്കുന്നത്. ചഞ്ചലിനെയും പ്രജാപതിയെയും അവർ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് ആ ഇൻസ്പെക്ടർ അവരെ വെറുതെ വിടണമെങ്കിൽ 15,000 രൂപ തരണം എന്ന് പ്രജാപതിയോടും ചഞ്ചലിനോടും ആവശ്യപ്പെട്ടു. ഇൻസ്പെക്ടർക്ക് അത്രയും പണം ക്യാഷായി തന്നെ വേണം എന്നായിരുന്നു ആവശ്യപ്പെട്ടത്. പ്രജാപതിയുടെ കയ്യിൽ അത്രയും പണം ക്യാഷായിട്ടുണ്ടായിരുന്നില്ല. അതിനാൽ അയാൾ നിലോഫറിനെ വിളിച്ചു. തന്റെ സുഹൃത്തിന്റെ വിവാഹത്തിന് പോവുകയായിരുന്ന നിലോഫർ അത് മാറ്റിവെച്ച് അങ്ങോട്ടേക്ക് വന്നു. പണം നൽകി കാര്യങ്ങൾ പരിഹരിച്ചു. അതിനുശേഷം പ്രജാപതിക്കും ചഞ്ചലിനും തമ്മിൽ അഫയർ ഉണ്ടെന്ന കാര്യം അപർണയോട് പറയുമെന്ന് നിലോഫർ തീരുമാനിച്ചു. അവൾ ദേഷ്യത്തോടെ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. അതുകണ്ട് സത്യങ്ങൾ അവളെ ബോധ്യപ്പെടുത്താൻ പ്രജാപതി അവളെ പിന്തുടർന്നു. അതേസമയം ചഞ്ചലാകട്ടെ തന്റെ വീട്ടിലേക്ക് പോകുന്നത് അപർണ കണ്ടിരുന്നു. അവൾ ചഞ്ചലിനെ പിന്തുടരാൻ തുടങ്ങി. മുന്നോട്ടു പോയിരുന്ന നിലോഫർ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിന് അരികിലെത്തി. പ്രജാപതിയും അവളുടെ പിന്നാലെ വരുന്നുണ്ട്. നിലോഫർ പക്ഷെ അവനിൽ നിന്ന് ഒഴിഞ്ഞുമാറി ആ കെട്ടിടത്തിന് മുകളിലേക്ക് പോയി. അവിടെ നിന്ന് അപർണയെ വിളിക്കാനായിരുന്നു അവളുടെ ഭാവം. അത് കണ്ട് പ്രജാപതിയും അവളെ പിന്തുടർന്ന് മുകളിലേക്ക് കയറി. അതിനിടെ അപർണയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ചഞ്ചലും അതേ കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് എത്തിച്ചേർന്നിരുന്നു. ചഞ്ചലിനെ പിന്തുടർന്ന് അപർണയും അവിടെ എത്തി. കൺസ്ട്രക്ഷൻ സൈറ്റിനകത്ത് പ്രജാപതി നിലോഫറിന്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുകയായിരുന്നു. പക്ഷേ പ്രജാപതിയുടെ വാക്കുകൾ ചെവികൊള്ളാൻ നിലോഫർ തയ്യാറാവുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് അവിടെ ചഞ്ചൽ വന്നത്. അവൾ നിലോഫറിനോട് സത്യങ്ങൾ തുറന്നു പറഞ്ഞു. എല്ലാം വ്യക്തമായതും കാര്യങ്ങൾ നിലോഫറിന് ബോധ്യപ്പെട്ടു. നിലോഫർ ശാന്തിയായി. അപർണ ഇവിടെ എത്തിയിട്ടുണ്ടെന്നും അതുകൊണ്ട് രണ്ടുപേരും എത്രയും പെട്ടെന്ന് അവിടുന്ന് മാറണമെന്നും ചഞ്ചൽ അവരോട് പറഞ്ഞു. തുടർന്ന് നിലോഫറും പ്രജാപതിയും അവിടെ നിന്ന് രക്ഷപ്പെട്ട് താഴെ ഇറങ്ങാൻ അവിടുത്തെ ലിഫ്റ്റിലേക്ക് കയറാൻ തുടങ്ങി. പക്ഷേ ഇതിനിടയിൽ നിലോഫറിന്റെ സാരി അഴിഞ്ഞുപോയിരുന്നു. ലിഫ്റ്റ് താഴേക്ക് ചലിക്കാൻ തുടങ്ങിയതും നിലോഫർ വീഴാനായി പിന്നോട്ട് ചാഞ്ഞു. ഉടൻ അവൾ വീഴാതിരിക്കാൻ പ്രജാപതി അവളെ പിടിച്ചു. ലിഫ്റ്റ് താഴേക്ക് ചലിക്കാൻ തുടങ്ങിയിരുന്നു. ചഞ്ചലിനെ കണ്ടെത്താനാവാതെ നിരാശയിൽ നിന്നിരുന്ന അപർണയുടെ മുന്നിലൂടെയായിരുന്നു പ്രജാപതിയും നിലോഫറും കെട്ടിപ്പിടിച്ചെന്ന പോലെ താഴേക്ക് ലിഫ്റ്റിലിറങ്ങിയത്. അത് കണ്ടതും അപർണ അപ്പാട് തെറ്റിദ്ധരിച്ചു. പ്രജാപതിയും നിലോഫറും ചേർന്ന് തന്നെ വഞ്ചിക്കുകയാണ് എന്നവൾ കരുതി. വലിയ ദേഷ്യത്തിലായി അപർണ നേരെ പോയത് തന്റെ മാതാപിതാക്കളുടെ വീട്ടിലേക്കായിരുന്നു. അവളുടെ അച്ഛനൊരു ജഡ്ജിയും അമ്മ വക്കീലുമാണ്. അപർണ തന്റെ മാതാപിതാക്കളോട് പ്രജാപതിയുടെ അവിഹിത ബന്ധത്തെക്കുറിച്ച് പറഞ്ഞു. അത് കേട്ട ശേഷം പ്രജാപതിക്കെതിരെ എല്ലാ തെളിവുകളും ശേഖരിക്കണം എന്നായിരുന്നു അപർണയുടെ അമ്മ അവളോട് പറഞ്ഞത്. എങ്കിൽ മാത്രമേ വിവാഹമോചനം നേടുമ്പോ പ്രജാപതിയുടെ സ്വത്ത് ലഭിക്കുകയുള്ളൂ. അവന്റെ അന്തസ് ഇല്ലാതാക്കാനും പറ്റൂ. എന്നാൽ അപർണയുടെ അച്ഛനാകട്ടെ അവളോട് പ്രജാപതിയോട് സംസാരിക്കാനും പ്രശ്നം പരിഹരിക്കാനും ആവശ്യപ്പെട്ടു. എങ്കിലും അമ്മയുടെ വാക്കുകേട്ട് തന്റെ ഭർത്താവിനെ നിരീക്ഷിക്കാനായിരുന്നു അപർണ തീരുമാനിച്ചത്. അടുത്ത ദിവസം പ്രജാപതി ഓഫീസിലേക്ക് ഇറങ്ങുമ്പോ തനിക്കിന്ന് വീണ്ടും കാൺപൂരിലേക്ക് പോകണമെന്ന് അവൻ പറഞ്ഞു. അത് കേട്ടപ്പോ പോയിക്കൊള്ളാൻ അപർണ അവനോട് പറയുകയും ചെയ്തു. പ്രജാപതി വീട്ടിൽ നിന്നിറങ്ങിയപ്പോ തന്നെ അവന്റെ ബോസ് വിളിച്ച് തനിക്കൊരു ഫയൽ വേണമെന്ന് ആവശ്യപ്പെട്ടു. അത് കേട്ടതോടെ പ്രജാപതി ലോക്കറിന്റെ താക്കോൽ നൽകാൻ നിലോഫറിനെ വിളിച്ചു. നിലോഫർ ആ ഫയൽ ബോസിന് നൽകും എന്നായിരുന്നു പ്രജാപതി ചിന്തിച്ചത്. അതിനായി അയാൾ ഒരു സ്ഥലത്ത് നിലോഫറിനെ കാത്തിരുന്നു. പ്രജാപതിയെ പിന്തുടർന്നിരുന്ന അപർണയും അവിടെ എത്തിച്ചേർന്നിരുന്നു. പ്രജാപതി അവിടെ നിലോഫറിനെ കാണാൻ വന്നതാണെന്ന് അപർണ ചിന്തിച്ചു. നിലോഫർ എത്തിയതോടെ അപർണയുടെ സംശയം ഒന്നുകൂടി ഉറപ്പായി. തുടർന്നവരെ പിന്തുടരാൻ അവൾ തീരുമാനിച്ചു. എന്നാൽ അപ്പോഴേക്കും അവർ അവിടുന്ന് പോയിരുന്നു. യഥാർത്ഥത്തിൽ ഒരു ട്രക്ക് നടുവിൽ വന്നതുകൊണ്ട് നിലോഫർ കാറിൽ നിന്നിറങ്ങി സ്വന്തം വീട്ടിലേക്ക് പോയതുപോലും അപർണയ്ക്ക് കാണാൻ കഴിഞ്ഞില്ല. അങ്ങനെ പ്രജാപതി തനിയെ ബനാറസിലേക്ക് പോയി. അവിടുത്തെ പ്രജാപതി ചഞ്ചലിനെ കണ്ടു. എന്നാൽ അവർ കാമുകനും കാമുകിയുമാണെന്ന് ഗജരാജിന്റെ ചാരന്മാർക്ക് അപ്പോഴും വിശ്വാസമുണ്ടായിരുന്നില്ല. ആ സമയം പ്രജാപതിയുടെ മനസ്സിൽ ഒരു ബുദ്ധി തോന്നി. അവൻ ഉടൻ തന്നെ അമ്മയുടെ മകന്റെ ജന്മദിനാഘോഷ പാർട്ടിയിലേക്ക് പോയി. അവിടെയും ചാരന്മാർ അവരെ പിന്തുടരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് പ്രജാപതി അമ്മയുടെ അടുത്തു ചെന്ന് തനിക്ക് 4 ദിവസത്തിനു ശേഷം ചഞ്ചലുമായി നിശ്ചയം നടത്തണമെന്നും അതിനായി അവരുടെ അനുഗ്രഹം വേണമെന്നും പറഞ്ഞു. അത് കേട്ടതും അമ്മായിക്ക് വലിയ സന്തോഷമാവുകയും എല്ലാവർക്കും അവർ മധുരം നൽകാൻ തുടങ്ങുകയും ചെയ്തു. തന്റെ മരുമകളുടെ വിവാഹം നടക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് അവർ ആ ചാരന്മാർക്കും മധുരം നൽകി. അത് കേട്ടപ്പോ ചഞ്ചലിനും വലിയ സന്തോഷമായി. ചഞ്ചലും പ്രജാപതിയും കാമുകന്മാരാണെന്ന് ഗജരാജിന്റെ ചാരന്മാർക്കപ്പോൾ പൂർണ്ണ വിശ്വാസമായി കഴിഞ്ഞിരുന്നു. അവർ ചെന്ന് ഗജരാജിനോട് ഈ കാര്യം പറഞ്ഞു. ഫോട്ടോകൾ കാണിക്കുകയും ചെയ്തു. എന്നാൽ വീണ്ടും ആ ഫോട്ടോകൾ സണ്ണി കണ്ടു. അവൻ അതിൽ വല്ലാതെ അസൂയാലുവായി. ചഞ്ചലിന്റെ പ്ലാനുകളൊന്നും അപ്പോഴും സണ്ണി അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം കഥ അപർണയിലേക്ക് തിരിയുന്നു. അവൾ ഇൻസ്പെക്ടറുടെ അടുത്തു ചെന്ന് 3 ഫോട്ടോകൾ കാണിച്ച് ഇതിൽ സണ്ണിയുടെ കാമുകിയാരാണെന്ന് തിരക്കി. പണം നൽകിയാൽ മാത്രമേ
മാത്രമേ വിവരങ്ങൾ നൽകൂ എന്നായിരുന്നു ഇൻസ്പെക്ടർ പറഞ്ഞത്. അത് കേട്ടതും അപർണ അയാൾക്ക് കുറച്ച് പണം കൊടുത്തു. തുടർന്ന് ആദ്യത്തെ പെൺകുട്ടിയുടെ നിശ്ചയം കഴിഞ്ഞതാണെന്നും അവൾ അവളുടെ പ്രതിശ്രുതവരന്റെ കൂടെയായിരുന്നുവെന്നും അയാൾ വ്യക്തമാക്കി. രണ്ടാമത്തെ പെൺകുട്ടി ഗർഭിണിയാണെന്നും അവളുടെ മൂന്നാമത്തെ കുട്ടിയാണ് ജനിക്കാൻ പോകുന്നതെന്നും കൂടി അയാൾ കൂട്ടിച്ചേർത്തു. മൂന്നാമത്തെ പെൺകുട്ടിയുടെ പേര് ചഞ്ചൽ എന്നാണെന്നും അവൾക്കൊരു കാമുകനുണ്ടെന്നും അവൻ വനം വകുപ്പിലാണ് ജോലി ചെയ്യുന്നതെന്നും ഇൻസ്പെക്ടർ പറഞ്ഞു. അത് കേട്ടപ്പോ അപർണ തെല്ലൊന്ന് അത്ഭുതപ്പെട്ടു. തുടർന്നവൾ പ്രജാപതിയുടെ ഫോട്ടോ കാണിച്ചപ്പോ ഇയാൾ തന്നെയാണ് ചഞ്ചലിന്റെ കാമുകനെന്ന് ഇൻസ്പെക്ടർ സ്ഥിരീകരിക്കുകയും ഇരുവരും ഒരു ഹോട്ടൽ റെയ്ഡിൽ പിടിക്കപ്പെട്ടിരുന്നു എന്നുകൂടി ഇൻസ്പെക്ടർ അവളോട് പറയുകയും ചെയ്തു. അത് കേട്ടതും അപർണ ഹോട്ടലിൽ ചെന്ന് അവിടുത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. അവിടെ പ്രജാപതിയെയും ചഞ്ചലിനെയും കാണുന്നതോടെ പ്രജാപതിയോടുള്ള അപർണയുടെ ദേഷ്യം കനത്തു. അന്ന് പ്രജാപതി വീട്ടിലെത്തിയപ്പോ അപർണ കടുത്ത ദേഷ്യത്തിലായിരുന്നു. അവൻ എവിടെയൊക്കെ പോയിട്ടാ വരുന്നത് എന്ന മട്ടിൽ അർത്ഥം വെച്ച് അവൾ ചോദിച്ചു. പക്ഷേ പ്രജാപതിക്ക് അത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം പ്രജാപതിക്ക് വീണ്ടും അവന്റെ ബോസിന്റെ ഫോൺ കോൾ വന്നു. ബനാറസിൽ ഒരു ചെന്നായ വന്നിട്ടുണ്ടെന്നും പ്രജാപതി ചെന്നതിനെ പിടികൂടണമെന്നുമായിരുന്നു ബോസ് പറഞ്ഞത്. അത് കേട്ടതും പ്രജാപതി പ്രയാസത്തിലായി. കാരണം വീണ്ടും ബനാറസിലേക്ക് പോകാൻ അയാൾക്ക് താല്പര്യമില്ലായിരുന്നു. എന്നാൽ ജോലിയുടെ ഭാഗമായി അയാൾക്ക് അങ്ങോട്ടേക്ക് പോയേ തീരൂ. അവൻ ഈ കാര്യം അപർണയോട് പറഞ്ഞപ്പോ പ്രജാപതി വീണ്ടും ചഞ്ചലിനെ കാണാനാണ് പോകുന്നതെന്നായിരുന്നു അപർണ കരുതിയത്. അവൾക്ക് അവനോട് വലിയ ദേഷ്യമുണ്ടായിരുന്നതിനാൽ അവൾ അവനോട് പോയിക്കൊള്ളാൻ പറഞ്ഞു. അതേസമയം സണ്ണി ഒരു ഡ്രഗ് ഗ്യാങ്സ്റ്ററെ വിളിച്ച് തനിക്ക് എങ്ങനെയും പ്രജാപതിയെ വേണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. ആ മനുഷ്യൻ അതിന് സമ്മതിക്കുകയും ചെയ്തു. പ്രജാപതി ബനാറസിലെത്തി തന്റെ ടീമിനോട് ചെന്നായി എങ്ങനെ പിടികൂടണമെന്ന കാര്യം വിശദീകരിച്ചു. അതിനുശേഷം അവരൊരു റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിക്കാൻ പോയി. അവിടെ ചഞ്ചലിന്റെ അമ്മായി വന്നു. അവർ വീണ്ടും പ്രജാപതിയെ മരുമകനെ എന്ന് വിളിക്കാൻ തുടങ്ങി. അത് കണ്ട് അവന്റെ ടീമിലുള്ളവരും അത്ഭുതപ്പെട്ടു. എന്നാൽ ഈ സ്ത്രീക്ക് ഭ്രാന്താണെന്നും തന്നെ മരുമകനായി തെറ്റിദ്ധരിക്കുകയാണെന്നും അവരോട് പറഞ്ഞ് ഒരു തരത്തിൽ പ്രജാപതി ഊരിപ്പോന്നു. തുടർന്ന് വിവാഹ നിശ്ചയത്തിനുള്ള ഷോപ്പിംഗ് നടത്താൻ അവൻ ആ അമ്മായി ഒരു ഷോപ്പിംഗ് സെന്ററിലേക്ക് പറഞ്ഞയച്ചു. അമ്മായി ഷോപ്പിംഗ് സെന്ററിലെത്തി ഷോപ്പിംഗ് നടത്താൻ തുടങ്ങി. അവിടുത്തെ സെയിൽസ്മാന് തന്റെ മരുമകന്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അവർ പരിചയമുള്ളവരായിരുന്നു. ഈ സമയത്ത് അപർണയുടെ അമ്മയും അവിടെ ഷോപ്പിംഗ് നടത്തുന്നുണ്ടായിരുന്നു. അപർണയുടെ അമ്മ അത് കണ്ടതും പ്രജാപതി യഥാർത്ഥത്തിൽ നിലോഫറിനെയാണ് വിവാഹം കഴിക്കാൻ പോകുന്നതെന്നും അവിടെയുള്ളത് നിലോഫറിന്റെ അമ്മായിയാണെന്നും അവർ തെറ്റിദ്ധരിച്ചു. അവർ ഈ കാര്യങ്ങളെല്ലാം ഫോണിലൂടെ അപർണയെ വിളിച്ചു പറഞ്ഞു. അത് കേട്ടതും എന്താ ഇവിടെ നടക്കുന്നതെന്ന് അപർണയ്ക്കും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. കഥ വീണ്ടും ഇൻസ്പെക്ടറിലേക്ക് തിരിയുന്നു. അയാളാകട്ടെ സണ്ണിയെ പിന്തുടരുകയായിരുന്നു. കാരണം സണ്ണിയുടെ കാമുകിയെ കണ്ടെത്തിയാൽ ഒരുപാട് പണം കൊടുക്കാമെന്ന് അപർണ അയാളോട് പറഞ്ഞിട്ടുണ്ട്. ഇതിനിടെ സണ്ണിയുടെ ഗുണ്ടകൾ പ്രജാപതിയെ പിടികൂടി സണ്ണിയുടെ അടുത്തെത്തിച്ചു. പ്രജാപതി ചഞ്ചലിനെ ചൂഷണം ചെയ്യുകയാണെന്ന് കരുതി സണ്ണി അയാളോട് കടുത്ത ദേഷ്യത്തിലായിരുന്നു. അപ്പോൾ പ്രജാപതി ചഞ്ചലിനെ ഫോണിൽ വിളിക്കുകയും ചഞ്ചൽ സണ്ണിയോട് സംസാരിക്കുകയും ചെയ്തു. അതോടെ സണ്ണിയുടെ സംശയങ്ങളൊക്കെ മാറി. തങ്ങളെ ഇത്രയധികം സഹായിക്കുന്നതിന് അവൻ പ്രജാപതിയോട് നന്ദി പറഞ്ഞു. അവനെ കെട്ടിപ്പിടിക്കുകയും ചെയ്തു. അത് കണ്ടതും സണ്ണിയും പ്രജാപതിയും തമ്മിലാണ് അഫെയർ എന്ന് ഇൻസ്പെക്ടർക്ക് സംശയം തോന്നി. അയാൾ അവരുടെ ഫോട്ടോകൾ എടുക്കുകയും അത് സണ്ണിയുടെ അച്ഛനെ കൊണ്ടുപോയി കാണിക്കുകയും ചെയ്തു. തന്റെ മകന് ഒരു ആൺകുട്ടിയുമായിട്ടാണ് ബന്ധമെന്ന് കേട്ടതും സണ്ണിയുടെ അച്ഛൻ വലിയ വിഷമത്തിലായി. പ്രജാപതി അപർണയുടെ ഭർത്താവാണെന്ന കാര്യവും അയാൾ അവിടെ വെച്ച് അറിയിച്ചു. പണം സമ്പാദിക്കാൻ വേണ്ടിയാണ് അപർണ തന്റെ ഭർത്താവിനെ സണ്ണിയുമായിട്ട് അടുപ്പിച്ചത് എന്നായിരുന്നു ഗജരാജ് ചിന്തിച്ചത്. അതിനാൽ ഗജരാജ് അപർണയെ വിളിച്ച് തന്റെ ഫാം ഹൗസിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു. ന്യൂസ് ചാനലിനെ കുറിച്ച് സംസാരിക്കാനെന്ന വ്യാജേനയായിരുന്നു ഗജരാജ് അത് പറഞ്ഞത്. അതേസമയം പ്രജാപതി ചഞ്ചലിനെയും കൂട്ടി എയർപോർട്ടിലേക്ക് പോവുകയായിരുന്നു. കാരണം അന്നാണ് ചഞ്ചലും സണ്ണിയും കാനഡയിലേക്ക് പോകേണ്ടത്. എന്നാൽ അപ്പോഴേക്കും ഗജരാജിന്റെ ഗുണ്ടകൾ വരികയും ഇരുവരെയും ഫാം ഹൗസിലേക്ക് പിടിച്ചുകൊണ്ടുപോവുകയും ചെയ്തു. പ്രജാപതി ഫാം ഹൗസിലെത്തുമ്പോ അവർ അപർണയെ നേരത്തെ തന്നെ കെട്ടിയിട്ടിരിക്കുന്നത് കണ്ടു. അതിനുശേഷം ഗജരാജിന്റെ ആളുകൾ പ്രജാപതിയെയും ചഞ്ചലിനെയും ഒരു മരത്തിൽ കെട്ടിയിട്ടു. തന്നെ എന്തിനാണ് ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നതെന്ന് അപർണയ്ക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഗജരാജ് അവളോട് പറഞ്ഞു, നിന്റെ ഭർത്താവിന് എന്റെ മകനുമായിട്ടാണ് അഫെയർ, നീയാണ് അതിന് പിന്നിൽ. അത് കേട്ടതും അപർണയ്ക്ക് പ്രജാപതിയോട് വീണ്ടും ദേഷ്യം കൂടി. കാരണം അതുവരെ അവന് പെൺകുട്ടികളുമായിട്ട് മാത്രമേ ബന്ധമുള്ളൂ എന്നായിരുന്നു അവൾ കരുതിയത്. എന്നാൽ ഇപ്പോൾ അവന് ആണുങ്ങളുമായും കൂടി ബന്ധമുണ്ട്. അപർണ അത് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അതേസമയം ചെന്നായിയെ പിടികൂടാൻ പ്രജാപതിയെ കാത്തിരിക്കുകയായിരുന്നു നിലോഫർ. എന്നാൽ പ്രജാപതി വരാത്തതിൽ അവൾക്ക് സംശയം തോന്നി. അവനെന്തോ കുഴപ്പത്തിൽ പെട്ടിരിക്കാം എന്ന് അവൾ കരുതി. ചഞ്ചലും ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. അതോടെ പ്രജാപതി എവിടെയെന്ന് അന്വേഷിക്കാൻ പോലീസിനോട് പറയാൻ അവൾ സ്റ്റേഷനിലെത്തി. എന്നാൽ അപ്പോഴേക്കും അപർണയുടെ മാതാപിതാക്കളും തങ്ങളുടെ മരുമകനായ പ്രജാപതിക്കെതിരെ പരാതി നൽകാൻ അവിടെ എത്തിയിരുന്നു. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ചഞ്ചലന്റെ അമ്മായിയും വന്നത്. പ്രജാപതിയെ കാണാനില്ലെന്നാണ് അവരും പറയുന്നത്. അത് കേട്ടപ്പോ പ്രജാപതി എവിടെയാണെന്ന് തനിക്കറിയാമെന്ന് ഇൻസ്പെക്ടർ പറഞ്ഞു. തുടർന്ന് അയാൾ ഏവരെയും കൂട്ടി വീണ്ടും ഗജരാജിന്റെ ഫാം
ഫാം ഹൗസിലേക്ക് പോയി. ഗജരാജ് അവരെയൊക്കെ കണ്ടപ്പോ കൂടുതൽ കൺഫ്യൂസ്ഡ് ആയി. ആർക്കാരുമായിട്ടാണ് ബന്ധമെന്ന കാര്യത്തിൽ വലിയ ആശയക്കുഴപ്പം അവിടെ ഉടലെടുത്തു. അതോടെ ഗജരാജ് അവരെ കൂടി ബന്ദിയാക്കി മരത്തിൽ കെട്ടിയിട്ടു. അവിടെ നിന്ന് രക്ഷപ്പെടാൻ ഒരേ ഒരു വഴിയുള്ളൂ എന്ന് പ്രജാപതി ചിന്തിച്ചു. ചെന്നായെ പിടികൂടാൻ തന്റെ ടീം ആ പ്രദേശത്തിപ്പോ സെർച്ച് നടത്തുന്നുണ്ടാകും. അതോർത്തതും പ്രജാപതി തന്റെ ടീമിന് മനസ്സിലാകാനും അവർക്കിങ്ങോട്ടേക്ക് വരാനുമായി സിഗ്നൽ നൽകുന്ന ശബ്ദം ഉച്ചത്തിലുണ്ടാക്കാൻ തുടങ്ങി. പ്രജാപതിയുടെ ആ ബുദ്ധി ഫലിച്ചു. അവന്റെ ടീം ആ ശബ്ദം കേട്ട് അങ്ങോട്ടേക്കെത്തി. അവർ പ്രജാപതിയെയും മറ്റുള്ളവരെയും ബന്ധനാവസ്ഥയിൽ നിന്ന് മോചിപ്പിച്ചു. എന്നാൽ ഗജരാജിന്റെ ഒരു ഗുണ്ട തോക്കൊളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അവനത് പ്രജാപതിക്ക് നേരെ ചൂണ്ടി. മൊത്തത്തിലാകെ പ്രശ്നമയമായി നിൽക്കുകയാണ്. ആ സമയമാണ് അവർ തിരയുന്ന ചെന്നായ അങ്ങോട്ടേക്ക് എത്തിയത്. ചെന്നായ പ്രജാപതിയെയും തോക്ക് ചൂണ്ടി നിന്ന ഗുണ്ടയുടെയും നേരെ ലക്ഷ്യമാക്കി ചാടി. പ്രജാപതി ചെന്നായിയെ തട്ടിമാറ്റി. ഗുണ്ട തെറിച്ച് താഴെ വീണു. ഇതിനിടയിൽ അബദ്ധത്തിൽ അവന്റെ കയ്യിൽ നിന്നും വെടിപൊട്ടി. വെടിയുണ്ട പതിച്ചതാകട്ടെ അവിടുത്തെ തേനീച്ച കൂടിലും. അതോടെ തേനീച്ച കൂട്ടമായി ഇളകി വന്ന് എല്ലാരെയും കുത്താൻ ആരംഭിച്ചു. ഏവരും ജീവനും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞു. തുടർന്ന് എങ്ങനെയൊക്കെയോ പ്രജാപതി ചഞ്ചലിനെ കാറിൽ കയറ്റി എയർപോർട്ടിലേക്ക് വേഗത്തിൽ തിരിച്ചു. അവിടെയുള്ള സണ്ണിക്കടുത്ത് ചഞ്ചലിനെ ഡ്രോപ്പ് ചെയ്യാനായിരുന്നു അത് കണ്ട് അപർണയും നിലോഫറും അവരെ പിന്തുടർന്നു. വഴിയിൽ വെച്ച് നിലോഫർ അപർണയോട് നടന്ന കാര്യങ്ങൾ അത്രയും വിശദമായി പറഞ്ഞു. എല്ലാം മനസ്സിലായതും അപർണയ്ക്ക് വല്ലാത്ത ശാന്തത അനുഭവപ്പെട്ടു. അതേസമയം എയർപോർട്ടിലേക്ക് പോകുന്ന ചഞ്ചൽ തങ്ങളുടെ കാറിനകത്ത് തന്നെ ചെന്നായിരിക്കുന്നത് കണ്ട് ഞെട്ടിത്തെറിച്ചു നിന്നു. എന്തു ചെയ്യണമെന്ന് പ്രജാപതിക്കും ഒരു പിടുത്തം കിട്ടുന്നുണ്ടായിരുന്നില്ല. അത് കണ്ട് നിലോഫർ അവന്റെ നേരെ മയക്കുമരുന്നടങ്ങിയ ഇഞ്ചക്ഷൻ എറിഞ്ഞുകൊടുത്തു. പ്രജാപതി അത് കൃത്യമായി പിടിക്കുകയും ചെന്നായുടെ ശരീരത്തിൽ കുത്തി ചെന്നായിയെ ബോധരഹിതനാക്കുകയും ചെയ്തു. അതിനുശേഷം പ്രജാപതി ചഞ്ചലിനെ ഒടുവിൽ എയർപോർട്ടിലെത്തിച്ചു. സണ്ണി അവിടെ അവളെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും അപർണയും നിലോഫറും കൂടി എത്തി. അപർണയുടെ എല്ലാ തെറ്റിദ്ധാരണകളും മാറിയിരുന്നു. അവൾക്ക് പ്രജാപതിയോട് യാതൊരു പ്രശ്നവും അവശേഷിക്കുന്നില്ല. എല്ലാം അങ്ങനെ ശുഭമായി അവസാനിക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് സണ്ണിയുടെ അച്ഛൻ വന്നത്. അയാൾ വീണ്ടും സണ്ണിയോട് കടുത്ത ദേഷ്യത്തിലായിരുന്നു. എന്നാൽ സണ്ണിയുടെ അച്ഛൻ ഈ വിഷയത്തിൽ മിണ്ടാതിരുന്നില്ലെങ്കിൽ സണ്ണിക്കൊരു പെൺകുട്ടിയോടല്ല മറിച്ചൊരാൺകുട്ടിയോടാണ് പ്രണയമെന്ന തരത്തിൽ താൻ മാധ്യമങ്ങളിൽ വാർത്ത പ്രചരിപ്പിക്കും. അതിനവർണ തന്നെ സഹായിക്കും എന്ന മട്ടിൽ പ്രജാപതി സണ്ണിയുടെ അച്ഛനെ ഭീഷണിപ്പെടുത്തി. അത് കേട്ടതും സണ്ണിയുടെ അച്ഛനും ഭയന്ന് തന്റെ തീരുമാനങ്ങളിൽ നിന്നും പിന്മാറി. തന്റെ പ്രതിച്ഛായയെ അത് മോശമായി ബാധിക്കുമെന്ന് അയാൾക്കറിയാമായിരുന്നു. ഒടുവിൽ സണ്ണിയെയും ചഞ്ചലിനെയും സ്വീകരിക്കാൻ സണ്ണിയുടെ അച്ഛൻ തയ്യാറായി. അങ്ങനെയെല്ലാം ശുഭമായി പരിണമിക്കുകയാണ്. സിനിമ അവിടെ അവസാനിക്കുകയും ചെയ്യുന്നു. രസകരമായ ഈ ഒരു ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.